ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് മോൺസ്റ്റീരിയ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് ഒരു ക്ലൈമ്പിംഗ് പ്ലാന്റായിട്ട് വളർത്താം, അല്ലാതെ ചെടിച്ചട്ടിയിൽ ബുഷായിട്ട് നിർത്തി വേണമെങ്കിലും നമുക്കിതിനെ സംരക്ഷിക്കാം. ഇത് എങ്ങനെയാണ് നടന്നതെന്നും ഇതിൻ്റെ പോട്ടിംഗ് മിക്സർ എന്താണെന്നും ഇതിൻ്റെ വളപ്രയോഗം മറ്റു കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നല്ലൊരു സ്റ്റെറിലൈസ് ചെയ്തൊരു കത്തി ഉപയോഗിക്കുക. ഞാനിതിൽ സാഫൊക്കെ പുരട്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ലീഫും ഒരു നോഡുമായിട്ട് ചേർത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാലും നമുക്കിത് പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനത് ഒരു 2-3 നോഡ് ഇതിക്ക് വരത്തക്ക രീതിയിലും വേറുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതാണ്ട് സിമ്പിളായിട്ട് ഇവിടെ വെച്ചങ്ങ് കട്ട് ചെയ്യണം. ഇനി നമ്മൾ ഫംഗസ് വരാതിരിക്കുന്നതിലേക്ക് വേണ്ടി സാഫൊന്ന് ശകലം പുരട്ടി കൊടുക്കാം. പിന്നെ നമ്മൾ മറ്റുള്ള ചെടികൾ നടുന്ന പോലെ തന്നെ ഹോളുള്ള ഒരു ചെടിച്ചട്ടി എടുത്തതിന് ശേഷം, ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ നെറ്റിൻ്റെ ഒരു പീസാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഷെയ്ഡ് നെറ്റിൻ്റെ. അപ്പോൾ ഇതിനെ അങ്ങോട്ട് ആ ഹോൾ അടയ്ക്കത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഇലപ്പൊടിയും ചാണകപ്പൊടിയും എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക് ഇത്രയും ചേർന്ന ഒരു മിക്സറാണ് ഞാൻ വച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ആദ്യം ഒരു ശകലം ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ പ്ലാന്റിനെ അതിനകത്ത് ഇറക്കി വയ്ക്കുക. ഈ ഒരു രീതിയിൽ ഇറക്കി വയ്ക്കുക. ഒരു സൈഡിലോട്ട് വെച്ചാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു എന്തെങ്കിലും ഒരു കമ്പ് എന്തെങ്കിലും വച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പടർത്തി വിടാൻ നല്ല സൗകര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊരു സൈഡിലോട്ട് വെച്ചിട്ടാണ് ഇത് നടുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇതൊരാഴ്ച കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഇരിക്കുന്ന വേരിൽ നിന്ന് കൂടുതൽ ചെറിയ ശിഖരങ്ങൾ, ചെറിയ വേരുകൾ വന്ന് നല്ല പച്ചപ്പോടുകൂടെ ചെടി വളർന്നു വരും. അപ്പോൾ ഞാനിതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്നുള്ള നിലയ്ക്ക് ഇട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഫാക്ടംബോസ് ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ 1-2 തരി ഫാക്ടംബോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു വരും. നമുക്ക് ഇൻഡോറായിട്ടും ഒരു സെമി ഷെയ്ഡുള്ള സ്ഥലത്തും ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. ഈ പ്ലാന്റ് ചില സമയങ്ങളിൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.